റസൂലിന്റെ ചാരത്തണയുവാൻ വിധിയേകിടൂ നീ റഹ്മാനേ, വിധിയേകിടൂ നീ റഹ്മാനേ. ആട്ടിയോടിക്കപ്പെട്ട നാട്ടിൽ നിന്നും, തന്നെ ബഹിഷ്കരിക്കപ്പെട്ട നാട്ടിൽ നിന്നും, അന്നപാനീയങ്ങൾ മുടക്കിയ നാട്ടിൽ നിന്നും തന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ, സുമയ്യ ബീവിയെ ചുട്ടുപടുത്ത മരുഭൂമിയിലിട്ട് മൃഗീയമായി വേട്ടയാടിയ കാട്ടറബികൾ. നമുക്കറിയാം, സുമയ്യ ബീവിയുടെ ഗുഹ്യസ്ഥാനത്തിലേക്ക് ചുട്ടുപടുത്ത ഇരുമ്പിന്റെ ദണ്ട് കത്തിച്ചു വെച്ച് അബൂജഹൽ ചോദിച്ചില്ലേ, സുമയ്യ നീ പിന്മാറുന്നോ, നീ പിന്മാറുന്നോ എന്ന് ചോദിക്കുമ്പോ അബൂജഹൽ ഉൾപ്പെടെയുള്ള കാട്ടറബികളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ട് പോടാ, പിന്മാറാൻ എനിക്കാവില്ല എന്നുറക്കെ പറഞ്ഞതിന്റെ പേരിൽ ചുട്ടുപടുത്ത കമ്പിപ്പാറ ഗുഹ്യസ്ഥാനത്തിലേക്ക് ഇടിച്ചു കയറ്റുമ്പോ അബൂജഹലിന്റെ മുഖത്ത് നോക്കി, അബൂജഹലെ, ഒന്നല്ല 1000 ഇത്തരത്തിലുള്ള അഗ്നിതാളങ്ങൾ സുമയ്യയെ വേട്ടയാടിയാലും പിന്മാറില്ലെന്നുറക്കെ പ്രഖ്യാപിച്ച സുമയ്യ റളിയല്ലാഹു അൻഹയെ മക്കയുടെ മാമരുഭൂമിയിലിട്ട് വേട്ടയാടിയ ധിക്കാരികളാണ് മദീനയുടെ പ്രാന്തപ്രദേശത്തേക്ക് ബദറിലേക്ക് വന്നിരിക്കുന്നത്. 1000 ശത്രുക്കളുടെ കൂട്ടത്തിൽ 313 ഉണ്ട് ഇപ്പുറത്ത്. എണ്ണിയാലൊതുങ്ങുന്ന ആളുകൾ, പൊട്ടിയ വാളുകൾ, ഒട്ടിയ വയറുകൾ. അവിടെ അവർക്ക് ശക്തിയായി മാറിയത് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന പരിശുദ്ധമായ മുദ്രാവാക്യമാണ് എങ്കിൽ അലക്സാണ്ടർ ജേക്കബ് ബദറിന്റെ പോരാട്ട ഭൂമിയെ 2013 അവതരിപ്പിക്കുകയാണ്. അവിടെ നടന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലതാ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അറേബ്യൻ സാമ്രാജ്യത്തിലെ വരേണ്യന്മാർ, ഖുറൈശി തറവാട്ടിലെ പ്രമുഖന്മാർ. അവരൊക്കെയും അറസ്റ്റ് ചെയ്യപ്പെട്ട പിടികെട്ട പുള്ളികളാണ്. ഒരു കാലത്ത് ഇസ്ലാമിക സമൂഹത്തെ ദ്രോഹിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതിമാനല്ലേ പ്രിയപ്പെട്ടവരെ, കാരുണ്യം പഠിപ്പിച്ചവരല്ലേ. ആധുനിക ലോകം 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് മദീന സാമ്രാജ്യത്തിലേക്ക് ഈത്തപ്പന മട്ടിൽ കൊണ്ട് നിർമ്മിച്ച മിമ്പറിന്റെ മുകളിൽ നിന്നും പുന്നാര റസൂലുള്ളാഹ് അവിടുത്തെ സ്വർണ്ണ വിഭ്രമ പൊൻചുണ്ടുകളെ കൊണ്ട് പ്രവചിച്ച ആശയത്തിലേക്ക് മടങ്ങേണ്ട കാലഘട്ടമാണ്. ഇന്നും നമുക്കറിയാം, അഫ്ഗാനിൽ നിന്നും, ഇറാഖിൽ നിന്നും, സിറിയയിൽ നിന്നും, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദിച്ചു എന്നൊരൊറ്റ കാരണത്തിന്റെ പേരിൽ ഗോണ്ടാനാമയുടെയും അബൂഗരീബിന്റെയും മൃഗീയമായ ജയിലറക്കുള്ളിൽ അതേ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് 10000കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഹലോജൻ ലൈറ്റിനേക്കാൾ 10000കണക്കിന് 10 മടങ്ങ് പവറുള്ള ശക്തമായ പ്രകാശത്തിൽ കിടന്ന് നഗ്നരായി ഉരുങ്ങുന്ന നമ്മളെപ്പോലുള്ള മുസ്ലിമീങ്ങൾ ഇന്നും 2014 ഫെബ്രുവരി മാസം 2-ാം തീയതി ഇഷ്കിൽ ലയിക്കാം, നബിയോടടുക്കാമെന്ന് പറഞ്ഞ് നാം ഇവിടെ ഒരുമിച്ചു കൂടുമ്പോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കൈനീട്ടുന്ന ഗൊണ്ടാമയിലെ പാവപ്പെട്ട മുസൽമാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ആഴ്ചകളും മാസങ്ങളോളം പട്ടിണി കിടക്കുമ്പോ നാട്ടിലെ നാൽക്കാലിക്ക് നൽകുന്നത് പോലെ വൈക്കോലും പുല്ലും കൊണ്ടുവന്ന് ആ ചെറുപ്പക്കാരന് തീറ്റത്ത് കൊടുക്കുന്നു. വീണ്ടും പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുന്നവർ വീണ്ടും വിശക്കുന്നു എന്ന ആഴ്ചകൾ കഴിഞ്ഞ് പറയുമ്പോ സ്വന്തം പൃഷ്ഠത്തിലൂടെ പുറത്തേക്ക് വിസർജിച്ച അമേജൻ ഗ്ലൗസ് കൊണ്ടുവാരി ആ ചെറുപ്പക്കാരന്റെ വായിൽ തള്ളുന്ന ദയനീയ രംഗം ജനീവ ഉച്ചകോടിയെ പോലും വെല്ലുന്ന രൂപത്തിൽ ഈ പുതിയ നൂറ്റാണ്ടിൽ അരങ്ങേറുമ്പോ നമുക്കറിയാം, ബാംഗ്ലൂരിലെ ജയിലിൽ അബ്ദുൽ നാസർ മഅദനി എന്ന നിരപരാധിയായ ഒരു മനുഷ്യനെ മൃഗീയമായിട്ട് വിചാരണ പോലുമില്ലാതെ കൊടിയ പീഡനങ്ങൾക്ക് അടിമയാക്കിക്കൊണ്ടിരിക്കുമ്പോ അലക്സാണ്ടർ ജേക്കബ് എന്ന പോലീസുകാരൻ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം മദീനയുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എനിക്ക് മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ചത്